നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേണിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ചെറിയ ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഡൗട്ട് ക്ലിയറിങ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആ ഒരു സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തപ്പം വന്നിട്ടുള്ള ചെറിയ ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയറായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പാറ്റേൺ പേപ്പറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പാറ്റേൺ പേപ്പറിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക, ഓൺലൈനിൽ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് ലിങ്ക് കിട്ടിയിരുന്നില്ല. ഞാൻ ഒരുപാട് ഓൺലൈനിൽ സെർച്ച് ചെയ്തതായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആ ഒരു ലിങ്ക് കമൻ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതുപോലെ അവർക്ക് കിട്ടിയ ആ ഒരു പാറ്റേൺ പേപ്പറിൻ്റെ ലിങ്ക് അവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലിങ്കൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പാമായി പോവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കമൻറ്റ് സ്പാമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാറ്റേൺ പേപ്പർ കിട്ടിയിട്ടില്ല, വാങ്ങാൻ ഉദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്മുടെ കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മീഷോ എന്നാണ് ആ ഒരു കുട്ടി പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും, അവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിന്ന് ഇല്യൂസ്ട്രേഷനാണ് നോക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇല്യൂസ്ട്രേഷനിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് 10 ഹെഡ് ഫിഗറാണ്. 10 ഹെഡ് ഫിഗറിൻ്റെ ബ്ലോക്ക് ഫിഗറിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ 10 ഹെഡ് ബ്ലോക്ക് ഫിഗറിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി ലേഡീസ് ഗാർമെൻ്റ് ഒക്കെ ചെയ്യുമ്പം 10 ഹെഡിൻ്റെ ഫിഗറാണ്, ക്രോക്കിയാണ് നമ്മൾ എടുക്കാറുള്ളത്. നേരെ മറിച്ച് നമ്മൾ കിഡ്സ് വെയർ ഒക്കെ ചെയ്യുമ്പം നോർമലി 8 ഹെഡിൻ്റെ ക്രോക്കിയാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് നമ്മൾ 10 ഹെഡിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഞാൻ റെക്കോർഡിൽ വേണ്ടിയിട്ട് വരച്ച ഒരു ബ്ലോക്ക് ഫിഗറിൻ്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് കാണുമ്പം ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അപ്പം അത് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ മുന്നേ വരച്ച ആ ഒരു 10 ഹെഡ് ബ്ലോക്ക് ഫിഗറിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ റെക്കോർഡിന് വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ടായിരുന്ന 10 ഹെഡ് ബ്ലോക്ക് ഫിഗർ. അപ്പോൾ ഇതിൽ ഞാൻ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലോക്ക് ഫിഗർ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെൻസിൽ എടുത്തിട്ടുണ്ട്, എറേസർ എടുത്തിട്ടുണ്ട്, സ്കെയിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഡ്രോയിങ് ബുക്കും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡ്രോയിങ് ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം ഒരു അസൈൻമെൻറ്റ് ഷീറ്റിലോ അല്ലെങ്കിൽ ഇത്രയും വലുപ്പമുള്ള, അതായത് 10 ഇഞ്ച് കൊള്ളുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഷീറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നിങ്ങൾ എൻ്റെ കൂടെ വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ കൂടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ ഒരു 10 ഇഞ്ചിൽ സെൻറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കെയിലിൽ നമുക്ക് കാണാം, ഇത് ഒരു സൈഡ് നമുക്ക് സെൻറ്റിമീറ്റേഴ്സാണ്, ഈ വലുതായിട്ട് വരുന്ന ഈ സൈഡ് നമുക്ക് ഇഞ്ചസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് നമുക്ക് വരയ്ക്കേണ്ടത്. 10 ഹെഡ് ബ്ലോക്ക് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 ഇഞ്ചാണ് വരുന്നത്. നേരത്തെ ഞാനൊരു 8 ഹെഡ് ബ്ലോക്ക് ഫിഗറിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ നോർമലി 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ 10 ഹെഡ് ആണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് 10 ഇഞ്ചസ് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ പേജിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമുക്കൊരു 10 ഇഞ്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ കറക്റ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഓരോ ഇഞ്ചസും, അതായത് 1 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെ ഓരോ ഇഞ്ചസും കറക്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിൽ ഓരോ ഇഞ്ചസിലും ഓരോ പാർട്സ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഓരോ ഇഞ്ചസും ലൈൻസ് വെച്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ ഇഞ്ചസും ലൈൻസ് വരച്ചു കൊടുക്കുക. ഹൊറിസോണ്ടലി ലൈൻസ് വരച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ നേരത്തെ വെർട്ടിക്കലി വരച്ചല്ലോ. അപ്പോൾ ഇനി അതിന് ഹൊറിസോണ്ടലായിട്ട് ഓരോ ഇഞ്ചസിലും ലൈൻസ് വെച്ച് വരച്ചു കൊടുക്കുക. പിന്നെ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വരയ്ക്കുമ്പം അതൊരിക്കലും ഇവിടെ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ഇവിടെ കൂടി പോവുക അങ്ങനെയൊന്നും ആവാൻ പാടില്ല. നമ്മൾ ഒരേ ഇതിൽ തന്നെ 1 ഇഞ്ചാണല്ലോ നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ടുള്ളത്. ആ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 10 ഇഞ്ചസ് ആണ് കിട്ടുക. 1 2 3 4 5 6 7 8 9 10 ഇതുപോലെ നമുക്ക് 10 ഇഞ്ചസ്, അതായത് 10 ഗ്യാപ്പിൽ വരുന്ന ഓരോ ഇത് കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓരോ ഗ്യാപ്പും നമുക്ക് ഓരോ ഹെഡായിട്ട് നമുക്ക് വെക്കാം. ഇത് 1 ഹെഡ്. ഇതുപോലെ ജസ്റ്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പം 2 ഹെഡിൽ വരയ്ക്കുക അല്ലെങ്കിൽ 8 ഹെഡിൽ വരയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം കൗണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരില്ല. നമ്മളിങ്ങനെ ഫസ്റ്റ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഏത് ഹെഡിലാണ് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഓരോ ഹെഡും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് 2 ഹെഡ്, ഇനി ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഹെഡ്. അങ്ങനെ നമുക്ക് ഓരോ ഹെഡും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ 10 ഹെഡ് വരെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൽ നമ്മുടെ ബ്ലോക്ക് ഫിഗർ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഹെഡ് പോർഷന് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3/4 ഇഞ്ചാണ് നമ്മുടെ ഹെഡ് പോർഷൻ വരുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം, ഞാൻ വരച്ച റെക്കോർഡ് ഉണ്ടല്ലോ അതിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 3/4 ഇഞ്ചിൻ്റെ പകുതി ഇങ്ങോട്ടും പകുതി ഇങ്ങോട്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ സ്കെയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇഞ്ചസിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1/4 ഇഞ്ചാണ് വരുന്നത്, ഇത് 1/2 ഇഞ്ചാണ്, ഇവിടെയാണ് നമുക്ക് 3/4 ഇഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു 3/4 ഇഞ്ചിൽ എത്ര ലൈൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 ലൈൻസ് ആണ് നമുക്ക് വരുന്നത് ഈ ഒരു 3/4 ഇഞ്ചിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പകുതിയിൽ ഒരു 6 ലൈൻസും ഈ ഒരു പകുതിയിൽ 6 ലൈൻസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചിട്ട് അങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമുക്ക് 6 വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമുക്ക് ഈ ഒരു സെൻറ്ററിലത്തെ ഈ ഒരു ലൈനിൽ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 3/4 ഇഞ്ച്
എവിടെയാണോ വരുന്നത് അവിടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയും 6 ആവും, നമുക്ക് ഇവിടെയും 6 പോയിന്റ്സ് വരും. അതേപോലെ നമുക്ക് താഴെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 ഹെഡിലാണ് കേട്ടോ ചെയ്യുന്നത്. ഹെഡ് പോർഷൻ നമ്മൾ 1 ഹെഡിലാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ മുകളിലത്തെ ഈ ഒരു ലൈനിലും നമ്മൾ പകുതി പകുതി വെച്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഈ താഴത്തെ ലൈനിലും ഇനി നമുക്കൊന്ന് പകുതി പകുതി വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിന്റ്സും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ബോക്സിലായിരിക്കും നമ്മൾ ഹെഡ് വരയ്ക്കുന്നത്. നമ്മൾ ക്രോക്കി ആയിട്ട് വരയ്ക്കുമ്പം, അതായത് ഫ്ലഷ് ഫിഗർ ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പം ഈ ഒരു ബോക്സിനകത്തായിരിക്കും നമ്മൾ ഹെഡ് വരയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നോക്കാം. ഇപ്പം നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് ചിലപ്പം വീഡിയോ ലെങ്തി ആയി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ ഓരോന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ ലെങ്തി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു പോർഷന്, ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ 0.75 ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഹെഡിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ആ ഒരു 0.75ൻ്റെ പകുതി നമ്മൾ ഇങ്ങോട്ടും വരച്ചു, പകുതി നമ്മൾ ഇങ്ങോട്ടും വരച്ചു. അപ്പോൾ നമ്മുടെ ഹെഡ് പോർഷൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കും അതുപോലെ ഷോൾഡർ എൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റും അതും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഹെഡ് ഉണ്ടല്ലോ, ഈ ഒരു സെക്കൻഡ് ഹെഡിൽ നമുക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുന്ന് വീണ്ടും ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ 1/2 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച്. അപ്പം അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതൊന്നും നിങ്ങൾ ഫ്ലഷ് ഫിഗർ വരയ്ക്കുമ്പം ചെയ്യേണ്ട. ഇത് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഫ്ലഷ് ഫിഗർ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ലൈൻസൊക്കെ വരച്ചു കൊടുക്കുന്നത്. അതുപോലെ താഴത്തെ ആ ഒരു പോയിന്റിലും, താഴത്തെ നമ്മളൊരു 1/4 ഇഞ്ച് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പോയിന്റിലും നമുക്ക് ഇതുപോലെ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടേക്ക് 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടേക്കും 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുത്തല്ലോ, അത് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ്. അതായത് നെക്ക് നമുക്ക് ഇതുവരെയാണ് വരുന്നത്. ഈ രണ്ടാമത് നമ്മൾ വരച്ചു കൊടുത്തത് ഷോൾഡറിൻ്റെ ലെവലാണ്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റത്തത് നമ്മൾ വിട്ടുപോയതാണ്. അത് നമ്മുടെ ചിൻ ലെവലാണ്. അതായത് നമ്മുടെ താടിയുടെ ആ ഒരു ഭാഗം വരുന്നത് വരെയാണ് ഈ ഒരു ലൈന് വരുന്നത് അല്ലേ. നമ്മൾ ഹെഡ് ഇങ്ങനെ വരയ്ക്കുമ്പം ഇവിടെയാണല്ലോ താടി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചിൻ ലെവലാണ്, ഇത് നെക്ക്, ഇത് ഷോൾഡർ. അപ്പോൾ ഇനി എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിന്ന് ടോട്ടലി നമുക്ക് നെക്കിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ചും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ചും അങ്ങനെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് സ്കെയിൽ ഈ ഒരു സെൻറ്റർ പോർഷനിൽ വെക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് താഴെയും അതുപോലെ ചെയ്യാം. നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ലെവൽ എടുത്തല്ലോ, അവിടെയും നമുക്കിതുപോലെ 1/4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെഷർമെൻറ്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ വരച്ച 2 പോയിൻറ്റും കൂടെ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹെഡ് പോർഷനും വരച്ചു, അതുപോലെ നെക്ക് പോർഷനും വരച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ചും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ചും. അപ്പോൾ ടോട്ടൽ നമുക്ക് 1.5 ഇഞ്ച് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കെയിൽ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 3/4 ഇഞ്ച് അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 3/4 ഇഞ്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ഇവിടുന്ന് നമുക്ക് ഷോൾഡറിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഷോൾഡറും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ലെവലാണ്. ഇത് നമ്മുടെ ചിൻ ലെവൽ, അതുപോലെ ഇത് നെക്ക്, ഇത് ഷോൾഡർ. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ലെവലാണ്. നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് നമ്മുടെ 3 ഹെഡ് ഉണ്ടല്ലോ, ആ 3 ഹെഡിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്കിതുപോലെ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗൈഡ് ലൈൻ ഫോർ ഹാൻഡ് ആണ്. അതായത് നമ്മുടെ കൈ വരക്കുമ്പം നമ്മൾ ഈ ഒരു പോർഷൻ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൈഡ് ലൈൻ ഫോർ ഹാൻഡ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കൈ വരയ്ക്കുമ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിന് താഴോട്ടേക്ക് ഇവിടെ ആയിട്ട് നമ്മൾ വേസ്റ്റ് ലെവൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് ലെവലാണ്. വേസ്റ്റ് ലെവൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വേസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 1/2 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമുക്കത് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ വേസ്റ്റ് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് നമ്മുടെ ഷോൾഡറിലാണല്ലോ പെൻഡ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ഒരു വേസ്റ്റ് ലെവലിലോട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഇവിടെയും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം വേസ്റ്റ് പോർഷൻ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഹെഡിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഇത് നമ്മുടെ ഹിപ്പ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ലെവലാണ്. ഇനി നമുക്ക് ഈ ഒരു ഹിപ്പ് ലെവൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതല്ലാതെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണ്ട. ഇനി നമ്മൾ ഹിപ്പ് ലെവൽ മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഹിപ്പ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ച്, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സ്കെയിൽ ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 3/4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേസ്റ്റ് പോർഷനിലാണല്ലോ നമ്മൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റും അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ലാസ്റ്റ് എഴുതാം കേട്ടോ.
അത് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഇപ്പം നമ്മൾ ഹിപ്പ് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് താഴോട്ട്, അതായത് നമ്മൾ ഈ ഒരു 5th ഹെഡ് ഉണ്ടല്ലോ, ഈ ഒരു 5th ഹെഡിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പം ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയും നമുക്ക് ഇതുപോലെ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്രോച്ച് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്രോച്ച് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഹിപ്പ് ലെവലിലാണല്ലോ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അങ്ങോട്ടേക്ക് നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോച്ച് ലെവലും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്രോച്ച് ലെവലാണ് കേട്ടോ, ക്രോച്ച്. ഇനി ഇതിൻ്റെ താഴെ വരുന്നത്, അതായത് ഈ ഒരു 6 ഹെഡിലും ഇതുപോലെ നമ്മൾ 1/2 എടുത്തിട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഒന്ന് ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മിഡ് തൈ ആണ്, മിഡ് തൈ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് കാര്യമായിട്ട് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. ഇനി നമുക്ക് 7 ഹെഡിലോട്ട് പോകാം. 7 ഹെഡിലും നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടെയും ഒരു 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് നമ്മൾ മറ്റേതൊക്കെ ചെയ്തതുപോലെ തന്നെ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു 7 ഹെഡിൽ വരുന്നത് നീ ആണ്, നമ്മുടെ മുട്ടിൻ്റെ പോർഷന് എന്നൊക്കെ പറയാം. നമ്മുടെ നീ ആണ് 7 ഹെഡിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ 5 ഹെഡിൽ സെൻറ്ററിൽ വരുന്നത് ക്രോച്ച് പോയിന്റ്, 6 ഹെഡിൽ സെൻറ്ററിൽ വരുന്നത് മിഡ് തൈ, 7 ഹെഡിൽ സെൻറ്ററിൽ വരുന്നത് നീ. അപ്പോൾ ഇനി നമുക്ക് നീ ലെങ്ത്ത്, നീ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നീ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 1/2 ഇഞ്ച്, അപ്പോൾ ടോട്ടൽ 1 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നീ പോയിന്റിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, അതിന് മുകളിലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ നീ ലെവൽ വരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു 1/2 ഇഞ്ച് പോയിന്റ് ചെയ്ത് കൊടുക്കാം, ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 1/2 ഇഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹിപ്പിൻ്റെ പോർഷനിലാണോ നിർത്തിയിട്ടുള്ളത്, അവിടുന്ന് നമ്മൾ ക്രോസ് പോയിന്റ് വരച്ചു, പക്ഷേ നമ്മളിവിടെ ഹിപ്പിൻ്റെ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു പാർട്ടും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നീ ലെവൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 8 ഹെഡിൽ നമുക്ക് കാര്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യാനുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാഫാണ്. പിന്നെ നെക്സ്റ്റ് 9 ഹെഡിലാണ് ഇനി നമ്മൾ നമ്മുടെ ആംഗിൾ ഉണ്ടല്ലോ, ആ ഒരു പോർഷന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 9 ഹെഡിൽ നമുക്കിവിടെ ഇവിടുന്ന് ആംഗിളിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച്, അതായത് 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കെയിൽ നമ്മുടെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നീ ലെവലിലാണല്ലോ നിർത്തിയിട്ടുള്ളത്, അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ ഒരു പോയിന്റിലോട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫീറ്റ് വരയ്ക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, ആംഗിൾ ലെവലാണിത്. ഇനി നമുക്ക് നമ്മുടെ ഫീറ്റ് വരയ്ക്കണം. അപ്പോൾ ഈ ഒരു 10 ഹെഡ്, ഈ ഒരു അവസാനത്തെ ഹെഡിലാണ് നമ്മൾ ഫീറ്റ് വരുന്നത് അല്ലേ. ഫസ്റ്റ് ഹെഡിൽ നമ്മളെ ഹെഡ് വരും,
അവസാനത്തെ ടൺ ഹെഡിൽ നമ്മുടെ ഫീറ്റും വരും. അപ്പോൾ ഫീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ചും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ചും, അങ്ങനെ ടോട്ടൽ 1 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച്, ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു 1/2 ഇഞ്ച് വെച്ച് വരച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആംഗിളിലാണല്ലോ നിർത്തിയിട്ടുണ്ടായിരുന്നത്, ആംഗിൾ ലെവലിൽ. അപ്പോൾ ഇനി നമുക്കത് നമ്മൾ പോയിന്റ് ചെയ്ത് ആ ഒരു ഫീറ്റിൻ്റെ മെഷർമെൻറ്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഹാൻഡാണ് വരച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഹാൻഡ് നമ്മളെപ്പോഴും ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ നിന്നാണല്ലോ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു വേസ്റ്റ് ലെവലിലോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അത് അധികം വൈഡാക്കാണ്ട് എന്നാൽ ചെറിയൊരു സ്ലൈഡായിട്ട് ഒരു ചെറിയൊരു ചെരിവോട് കൂടി വരച്ചു കൊടുക്കുക. ഈ ഒരു വേസ്റ്റ് പോർഷന് വരെ മാത്രം, ഇവിടം വരെ മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 3/4 ഇഞ്ചിൻ്റെ പകുതി നമ്മൾ ഇവിടെ മെഷർ ചെയ്തെടുത്തല്ലോ. ഈ ഒരു രണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ പകുതിയാണല്ലോ മെഷർ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ 6 ലൈൻസും അതുപോലെ ഈ ഒരു പോർഷനിൽ സ്കെയിലിലെ 6 ലൈൻസുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരു 6 ലൈൻസാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്കെയിൽ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6 ലൈൻസ് പോയിന്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഗൈഡ് ലൈൻ ഫോർ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ട് ചെയ്തിരുന്നല്ലോ. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റ് ചെയ്തോടത്തേക്ക് ഒരു ലൈന്, ഒരു ജോയിനിങ് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് നമ്മളൊരു ജോയിനിങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷന്, നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു പോർഷന്, ഹാൻഡിൻ്റെ ഈ ഒരു പോർഷന് ചെയ്തല്ലോ, ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്രോച്ച് പോയിന്റിലോട്ട്, ഇതാണല്ലോ നമ്മുടെ ക്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു ക്രോച്ച് പോയിന്റിലോട്ട് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വളവ് വന്നാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മുടെ ക്രോച്ച് പോയിന്റ് ഇതാണല്ലോ, ക്രോച്ച് പോയിന്റിലോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1/4 ഇഞ്ചിന് നമുക്ക് ഇവിടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാൻഡും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു പാം ഏരിയ വരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാം. നമ്മുടെ ക്രോച്ച് ലെവൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് ഹാൻഡും ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ വേസ്റ്റ് പോർഷനിലോട്ട്, നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് പോർഷനിലോട്ട് ജസ്റ്റ് ഒരു ലൈന് വരച്ചെടുക്കുകയാണ്. ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ചെയ്തതുപോലെ തന്നെ 6 ലൈൻസ് വരുന്നത്, ആ ഒരു മെഷർമെൻറ്റ്, അതായത് 3/4 ഇഞ്ചിൻ്റെ പകുതി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ നമ്മൾ ഈ ഒരു ഹെഡ് പോർഷൻ വരച്ചപ്പം. അപ്പോൾ 6 ലൈൻസ് വരുന്നതാണ് 3/4 ഇഞ്ചിൻ്റെ പകുതി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം 1 2 3, അപ്പോൾ ഓക്കെ, ആ ഒരു പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിന്റിന് നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഗൈഡ് ലൈൻ ഫോർ ഹാൻഡ് എന്നുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിലോട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനെ നമുക്ക് താഴേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ഒരു 1/4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനും നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു പോർഷനും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ പാം ഏരിയ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 10 ഹെഡിൻ്റെ ബ്ലോക്ക് ഫിഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ ആ ഒരു മെഷർമെൻറ്റ് ഇവിടെ കാണിക്കാം. അപ്പോൾ നമ്മുടെ നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്, അതായത് 0.25 ഇഞ്ച് അല്ലേ. നെക്കിന് വേണ്ടിയിട്ട് 0.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്, അതായത് 0.75. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ച് എടുത്തിട്ടുണ്ട്, അപ്പോൾ 0.75. പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ വേസ്റ്റ് പോർഷന് വരയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വേസ്റ്റ് പോർഷന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 1/2 ഇഞ്ചാണ്, അതായത് 0.5 ഇഞ്ച്. അതേപോലെ ഇവിടെയും 0.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹിപ്പ് ഏരിയ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3/4 ഇഞ്ച് എടുത്തിട്ടുണ്ട്, അതായത് 0.75 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെയും 0.75 ഇഞ്ച്. പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ നീ ലെവൽ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. നീ ലെവൽ നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതായത് 0.5 ഇഞ്ച് 0.5 ഇഞ്ച്. പിന്നെ അതിന് താഴോട്ടേക്ക് ആംഗിളിലാണ് നമ്മൾ ചെയ്യുന്നത്. ആംഗിള് നമ്മൾ 1/4 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, 0.25 ഇഞ്ച്. രണ്ട് സൈഡും നമ്മൾ 0.25 ഇഞ്ച് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെ നമ്മൾ ഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്, അതായത് 0.5 ഇഞ്ച് 0.5 ഇഞ്ച്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ടായിരുന്നു, അതായത് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ പകുതി എന്ന് നമ്മൾ പറഞ്ഞു, 3/8 അതാണ് 3/4 ഇഞ്ചിൻ്റെ പകുതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ 1/4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്, അതായത് 0.25. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വരച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിലൊന്ന് വരച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ഫ്ലഷ് ഫിഗർ ഒക്കെ വരക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പോസസും ബ്ലോക്ക് ഫിഗർ വെച്ചിട്ടുള്ള പോസസ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം പിന്നെ നമുക്ക് സ്റ്റിക്ക് ഫിഗർ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ വേണ്ടത് ഈ ഒരു ബ്ലോക്ക് ഫിഗറിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഫിഗറിൻ്റെ മെഷർമെൻറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് ഓരോരോ സ്റ്റിക്ക് ഫിഗറായിട്ടും അതുപോലെ ഓരോ ഫിഗറിൻ്റെയും പോസസായിട്ട്, അതുപോലെ ഫ്ലഷ് ഫിഗർ, ഏറ്റവും അവസാനമാണ് നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന ക്രോക്കി ഉണ്ടല്ലോ, ആ ഒരു ഫ്ലഷ് ഫിഗർ നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വരച്ച് പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രമേ നമുക്കത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഫിഗർ ഇല്ലാതെ തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബ്ലോക്ക് ഫിഗർ വരച്ച് അതിനുള്ളിൽ നമ്മൾ ഫ്ലഷ് ഫിഗർ ആക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് ഫിഗർ വരക്കാതെ തന്നെ ഡയറക്റ്റ് ഫ്ലഷ് ഫിഗർ വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത 10 ഹെഡ് ബ്ലോക്ക് ഫിഗറിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളും എൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാര്യം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു സ്കെയില്, പെൻസില്, അതുപോലെ ഒരു ഇനി നിങ്ങളുടെ അടുത്ത് ഡ്രോയിങ് ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് ഷീറ്റോ അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള 10 ഇഞ്ച് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഷീറ്റ്സോ കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. ഡ്രോയിങ് ബുക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളൊന്ന് വരച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്കിതിൽ ഓരോ കാര്യത്തിനും മെഷർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മൈൻഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് വരച്ച് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം.
അല്ലാതെ നമ്മൾ നോർമലി നമ്മൾ എന്തെങ്കിലും കാണാതെ വായിച്ച് പഠിക്കുന്നത് പോലെ ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് നിൽക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോറി. അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് വലിയ വലിയ ഡൗട്ട്സൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേ നമ്മൾ സമ്മർ ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്തിരുന്നല്ലോ, ഡൗട്ട് ക്ലിയറിങ് വീഡിയോ. അപ്പോൾ അതുപോലെ വലിയ വലിയ ഡൗട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ ആകുമ്പം ആ ഒരു വീഡിയോയിൽ എല്ലാവരും എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു വീഡിയോ കിട്ടിയത് വളരെ ഉപകാരമായി, ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ഡൗട്ട് ക്ലിയറിങ് വീഡിയോ ചെയ്തപ്പോൾ. അപ്പോൾ അതുപോലെ വലിയ വലിയ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഒരു ഡൗട്ട് ക്ലിയറിങ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.